അപ്പോൾ ജോലിക്കുള്ള ഒരു ഇൻ്റർവ്യൂവിനുള്ള കോൾ വന്നിട്ടുണ്ടോ? ആദ്യം തന്നെ പറയട്ടെ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഒരാളുടെ മുന്നിൽ ഇരിക്കുമ്പം എന്താണ് നമ്മുടെ ഗോൾ എന്ന് വെച്ചാൽ, നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലേ, എന്തൊക്കെയാണ് ആ ജോലിയിൽ ആവശ്യം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ആദ്യം തന്നെ പഠിക്കണം. കുറച്ച് എഫേർട്ട് എടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ആണോ ഇത് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കുന്നത്, അത് പഠിച്ച് മനസ്സിലാക്കുന്നത്, അവർക്ക് ഇൻ്റർവ്യൂവിൽ എഡ്ജ് കിട്ടും. കാരണം അവർക്ക് അപ്പുറത്തെ ആൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ കുറേ പേര് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ സ്കില്ലുകൾ തമ്മിൽ പൊതുവേ അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരേ സ്കിൽസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളവിടെ വേറിട്ട് നിൽക്കണമെങ്കിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, സംസാരിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി വേണം. എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞ് പിന്നെ പകുതി അത് മുറിഞ്ഞു പോയി, പിന്നെ അത് എന്താണെന്ന് ആലോചിച്ചെടുത്ത് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലാണ്ട് നമ്മൾ സംസാരിച്ചാൽ അത് കേൾക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ ടെൻഷൻ കാരണമായിരിക്കും നമ്മൾ ചെയ്യണത്, പക്ഷേ അത് ചെയ്യുമ്പോൾ തന്നെ ഓ ഇയാളെ വേണോ എന്നുള്ളൊരു അവസ്ഥ ഇന്റർവ്യൂവറിന് തോന്നും. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളാണ് പറയേണ്ടത്. അത് പറയാൻ നമുക്ക് കോൺഫിഡൻസ് വേണം. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇത്. ലോകത്തിന്റെ കാര്യങ്ങളൊന്നും അല്ല ചോദിക്കണേ, നമ്മുടെ കാര്യം. അപ്പം അത് ഉറപ്പിക്കാം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്. എന്നാൽ എളിമയോടുകൂടി വിനയത്തോടു കൂടി സംസാരിക്കാം. ധൃതി പിടിക്കരുത്. പറയുന്ന കാര്യങ്ങൾ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പറയാൻ നോക്കുക. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞു തരുമല്ലോ, അത് മുഴുവൻ ബൈഹാർട്ട് പഠിച്ച് പോകാൻ ശ്രമിക്കരുത്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ നമ്മൾ എന്തെങ്കിലും ബൈഹാർട്ട് പഠിച്ച് പറയുമ്പം അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവും ബൈഹാർട്ട് പഠിച്ചാന്ന്. അതൊക്കെ നമ്മുടെ പോയിന്റ്സ് കുറയ്ക്കും. ഇനി എന്തിനാണ് ഈ ഇൻ്റർവ്യൂവർ നമ്മുടെ അടുത്ത് ഈ ചോദ്യം ചോദിക്കണേ? ആളുടെ കയ്യിൽ റെസ്യൂമേ ഉണ്ടല്ലേ, നമ്മൾ അയച്ചു കൊടുത്തത്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എന്ന് ജനിച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ അടുത്ത് വീണ്ടും ചോദിക്കണേ? ആ എഴുതി വെച്ചേന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമ്മൾ നമ്മുടെ ആ ഹ്യൂമൻ എലമെന്റ് പ്രസന്റ് ചെയ്യാണ് അല്ലെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെന്ന മനുഷ്യനെ കുറിച്ച് അയാൾക്ക് മനസ്സിലാവും. അതെന്തിനാ മനസ്സിലാക്കണേ? ഈ നമ്മളെ നേരെ റിക്രൂട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടില്ലേ ടീമില്, ആ ടീമിലിട്ടുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കൂടെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു ബാധ്യത ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിലാണ് അവർ പിടിക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ ഇന്റർവ്യൂ കൊളാക്കി കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇയാൾ ശരിയാവില്ല എന്ന്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളെല്ലാവരും ഏകദേശം ഒരേ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ഒരേപോലത്തെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരേപോലത്തെ സ്കൂളിൽ പഠിച്ച് ഒരേപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും മിക്കവാറും അല്ലേ. അപ്പം അതിന്ന് നമ്മളെ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒക്കെ എസ്പെഷ്യലി ഈ ChatGPT വെച്ചിട്ട് ആൾക്കാർ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതിണ്ടാക്കും, എന്നിട്ട് അത് ബൈ ഹാർട്ട് പഠിച്ച് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക്, ഇന്റർവ്യൂവറിന് നന്നായിട്ട് മനസ്സിലാവും ഇത് ബൈ ഹാർട്ട് പഠിച്ചതാ, ChatGPT വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു 1000-ൽ ഒരാളായി മാറും. അങ്ങനെയല്ല, നമ്മൾ ChatGPT നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം, നമുക്കത് യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു യുണീക്ക് എലമെന്റ് അവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ജോലി കിട്ടും. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സിമ്പിളായിട്ടാണ് ഇത് ഞാൻ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഒന്നും കോംപ്ലിക്കേറ്റ് ചെയ്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. തുടങ്ങാം. ആദ്യം പറയേണ്ട കാര്യം ഗ്രീറ്റിംഗ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നന്ദിയും പറയാം. എന്തിന് നന്ദി പറയണേ? നമ്മളിവിടെ വിളിച്ചില്ലേ അതിന്. ഈ ജോലിയുടെ ഇന്റർവ്യൂവിന് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് തന്നില്ലേ. അപ്പോൾ അവരുടെ സമയം അതിനു വേണ്ടി നമ്മൾ മെനക്കെടുത്തല്ലേ. അപ്പോൾ അതിന് ആദ്യം തന്നെ നന്ദി പറയാം. ഗ്രീറ്റിംഗ് പറയാൻ രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ച തിരിഞ്ഞിട്ടാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. പൊതുവേ രാത്രി അങ്ങനെ ഇന്റർവ്യൂസ് ഉണ്ടാവില്ലല്ലോ. രാത്രി ഉണ്ടെങ്കിലും ഗുഡ് നൈറ്റ് എന്ന് പറയരുത് കേട്ടോ, ഗുഡ് ഈവനിങ് എന്ന് പറയുള്ളൂ. നമ്മൾ സൂര്യൻ അസ്തമിച്ച ശേഷം ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറയാം കേട്ടോ, ഗുഡ് നൈറ്റ് എന്ന് പറയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് താങ്ക് യു ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് റോൾ. ഈ ഒരു റോളിന് എന്നെ പരിഗണിച്ചില്ലേ, നന്ദി കേട്ടോ. താങ്ക് യു ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് റോൾ. ഇനി ഈ വാചകമല്ല വേറൊരു വാചകം താല്പര്യം ഉണ്ടെങ്കിൽ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ഇൻ്റർവ്യൂ ഫോർ ദിസ് പൊസിഷൻ ടുഡേ. അപ്പം ഇനി അടുത്ത സ്റ്റേജ് എന്താ? നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ പറയാം. ഈ പേഴ്സണൽ ഇൻഫർമേഷൻ പറയുന്നതിൽ പണ്ടൊക്കെ ആൾക്കാർ വീട്ടിലെ കുടുംബക്കാരുടെ പേര് അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് അതൊക്കെ പറയുമായിരുന്നു. ഇപ്പം പൊതുവെ അത് ആരും ഉപയോഗിക്കാറില്ല. കാരണം അത് ഈ ഒരു ജോലിക്ക് റെലവൻ്റ് ആണെങ്കിൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ആ സമയം നമ്മൾ
ഏറ്റവും നമ്മളെക്കുറിച്ച് അവരറിയേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കുക. ഓക്കെ, നമ്മുടെ പേര് പറയണം. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ്, താങ്ക് യു ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് പൊസിഷൻ അല്ലെങ്കിൽ ഫോർ ദിസ് റോളിന് കഴിഞ്ഞിട്ട് ഐ ആം പേര് പറയാം. മൈസെൽഫ് എന്ന് വെച്ച് പറയരുത്. മൈസെൽഫ് അനു, മൈസെൽഫ് വിനി എന്നൊന്നും പറയരുത്. ഐ ആം എന്ന് പറഞ്ഞിട്ട് പേര് പറയാം. അല്ലെങ്കിൽ മൈ നെയിം ഇസ് എന്ന് പറഞ്ഞിട്ട് പേര് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ എവിടുന്ന വരുന്നത്, ഐ എം ഫ്രം ഇന്ന സ്ഥലം, അത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കണമെങ്കിൽ ഐ എം ഫ്രം കോട്ടയമാണെങ്കിൽ കോട്ടയം, എറണാകുളമാണെങ്കിൽ എറണാകുളം, അത് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ കേരളത്തിൽ നിന്നാണ്, പക്ഷേ ഇപ്പോൾ ദുബായിലാണെങ്കിലോ, ഐ എം ഒറിജിനലി ഫ്രം കേരള ബട്ട് നൗ ഐ എം ബേസ്ഡ് ഇൻ ദുബായ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇത്ര കാലമായി ദുബായിൽ ജീവിച്ചിരിക്കുകയാണ്, കുറച്ച് കാലമായിട്ട് ഇവിടെയാണ്, ദുബായിലാണെന്നെങ്കിൽ ഐ ഹവ് ബിൻ ലിവിങ് ഇൻ ദുബായ് ഫോർ ഇത്ര വർഷം, ഫോർ 10 years. അല്ലെങ്കിൽ ഈ വർഷം മുതൽ എന്ന് പറയണമെങ്കിൽ ഐ ഹവ് ബിൻ ലിവിങ് ഇൻ ദുബായ് സിൻസ് 2010. ആ വർഷം മുതൽ എന്ന് പറയാം. വർഷമാണെങ്കിൽ സിൻസ് ഇന്ന വർഷം, ഇത്ര വർഷങ്ങളായിട്ടെന്ന് പറയാം, ഫോർ 10 years 2 years അങ്ങനെ. ഓക്കെ, അത് മാറിപ്പോരുതേ. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയേണ്ടത്. ഇത് പറയുന്നത് ഒരു ടിപ്പിക്കൽ രീതി അങ്ങ് പഠിച്ചു വെച്ചോളൂ, കാരണം ഇതൊന്നും അങ്ങനെ വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാളാണ് എന്ന് പറയണമെങ്കിൽ ഏത് ഡിഗ്രിയിലാണ് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്തത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ പുറത്തിറങ്ങിയത് എന്നുള്ള കാര്യം പറയാം. ഐ ഹവ് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ്, ഞാനിപ്പോൾ പാസ്സായിട്ടേ ഉള്ളൂ എന്ന്. നമ്മൾ പാസ് ഔട്ട് എന്ന് പറയരുത് കേട്ടോ, ഗ്രാജുവേറ്റഡ് എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യണേ. ഐ ഹവ് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് വിത്ത് എ ഡിഗ്രി ഇൻ ഏത് ഫീൽഡ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് പറയാം. ഓക്കെ, കെമിസ്ട്രി ആണെങ്കിൽ വിത്ത് എ ഡിഗ്രി ഇൻ കെമിസ്ട്രി. ഐ ഹവ് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് വിത്ത് എ ഡിഗ്രി ഇൻ എ ഫീൽഡ്, ഏത് യൂണിവേഴ്സിറ്റി, ഫ്രം ഇൻ എ യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകണേ ഉള്ളൂ, പുറത്തിറങ്ങിയിട്ടില്ല എങ്കിലോ, ഐ എം ജസ്റ്റ് അബൌട്ട് ടു ഗ്രാജുവേറ്റ് വിത്ത് എ ഡിഗ്രി ഇൻ, അഗെയിൻ ഏത് ഫീൽഡിലാണ്, ഫ്രം ഇൻ എ യൂണിവേഴ്സിറ്റി. ഇനി ഇതിപ്പോൾ പഠിച്ചിറങ്ങിയ ആൾക്കാർ അല്ലേ, അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ആൾക്കാർ. അതല്ല, നമ്മൾ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിലോ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വർക്ക് ആറ്റ് ഇൻ എ കമ്പനി, ഏത് ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറയണമെങ്കിൽ ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അതല്ല, നമ്മുടെ പൊസിഷൻ പറയണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ, ഐ എം എ സെയിൽസ് മാനേജർ അറ്റ് ABC ഗ്ലോബൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടോ, രണ്ടും കൂടെ പറയണ്ട. ഇനിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഏകദേശം ഒരുപോലെ പറയും, കാരണം ChatGPT വെച്ചാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. നമ്മളെപ്പോഴും ആ ജോലിയിൽ നമുക്കൊരു എഡ്ജ് കിട്ടണ്ടേ, എന്നാലും നമുക്ക് ജോലി കിട്ടുള്ളൂ. ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടണേ. അപ്പോൾ ഇനി പറയണ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, നമ്മളൊരു ഹ്യൂമൻ ടച്ച്, ഒരു സത്യസന്ധത അവിടെ കാണിച്ചാൽ നമുക്ക് ഒരു എഡ്ജ് കിട്ടുന്ന. നമ്മളെല്ലാവരും വ്യത്യസ്തരാണല്ലോ, വ്യത്യസ്തമായ എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടല്ലോ. പഠിച്ചത് ഒരേ കാര്യമാണെങ്കിലും നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതായിരിക്കും നമ്മുടെ ജോബ് ഇൻ്റർവ്യൂവിൽ നമുക്ക് ഒരു എഡ്ജ് തരുന്നത്. ഇപ്പോൾ സെയിൽസിൽ ഒരു പൊസിഷൻ അപ്ലൈ ചെയ്യുന്ന ഒരാളെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ സെയിൽസിലെ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ കാരണം ഉണ്ടാവില്ലേ? നമുക്ക് ആ പ്രൊഫഷനോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഇഷ്ടം വന്നതെന്നുള്ളത് നമ്മൾ പറയണം. ഇപ്പോൾ സെയിൽസ് ജോലിയാണെങ്കിൽ ഞാനൊരു സാമ്പിൾ തരാം, ഇങ്ങനെ പറയാം. ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞാൽ ഐ ഹവ് ഓൾവേസ് ബീൻ ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ എൻജോയ്സ് ടോക്കിംഗ് ടു പീപ്പിൾ. ആൾക്കാരോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദേ നീഡ്, അവർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമാണ്. വിച്ച് ഇസ് വൈ ഐ ഫൈൻഡ് സെയിൽസ് ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് എനിക്ക് സെയിൽസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. നല്ല സെൻറ്റൻസ് ആണ്, സെയിൽസിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ നിങ്ങളുടെ ഓൺ വേർഷൻ പറയാം, ഞാനിത് എൻ്റെ ഒരു വേർഷൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ എങ്ങനെ ഇത് പറയാം? ഐ ഹവ് ഓൾവേസ് ബീൻ ഡ്രോൺ ടു ദ മെഡിക്കൽ ഫീൽഡ് ബിക്കോസ് ഐ ലവ് ദ ഐഡിയ ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ. അല്ലേ, ആൾക്കാരെ സഹായിക്കുന്ന ഇഷ്ടമാണ്. അത് മിക്കവാറും ഈ മെഡിക്കൽ ഫീൽഡിൽ ആൾക്കാർ പറയുന്ന കാര്യം കേട്ടോ. ഇഷ്ടമാണ് സേവനം, അതുകൊണ്ടാണ് അവരത് സെലക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി നേഴ്സുമാരൊക്കെ ആയിട്ട് ഞാൻ കുറേ സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള. അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞോളൂ, നല്ല കാര്യമാണ്. ബിക്കോസ് ഐ ലവ് ദ ഐഡിയ ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ ആൻഡ് മേക്കിംഗ് എ റിയൽ ഡിഫറൻസ് ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിലൊരു ശരിക്കുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കും, അതെനിക്കിഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ IT ഫീൽഡാണ്, എവിടെയും കുറേ ആൾക്കാരുണ്ടല്ലോ. പൊതുവെ IT ഫീൽഡിൽ അവർക്കെന്ന് വെച്ചാൽ ഈ ടെക്കിനോടൊക്കെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ ഐ ഹാവ് ഓൾവേസ് ബീൻ ക്യൂരിയസ് അബൌട്ട് ടെക്നോളജി ആൻഡ് ഹൗ തിങ്സ് വർക്ക്, വിച്ച് ഇസ് വാട്ട് ലെഡ് മീ ടു പെർസ്യൂ IT. അപ്പോൾ ആ ഒരു ഇത് കൂടെ നമ്മുടെ ഈ ബേസിക് ഇൻഫർമേഷൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ആ ജോലിക്ക് എന്തുകൊണ്ടാണ് നമുക്കിഷ്ടം എന്നുള്ള കാര്യം മെല്ലെ പറയുകയാണ്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദി സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ നമ്മുടെ സ്കിൽസും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ എന്തുകൊണ്ടാണ് ഈ റോളിന് ഫിറ്റ് ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം.
അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് പിന്നെയും ഡെവലപ്പ് ചെയ്യാവുന്ന സ്കിൽസ് ആയതുകൊണ്ട് ചിലപ്പോൾ ചില ജോലികൾക്ക് ടെക്നിക്കൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അത് നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. പലർക്കും ഒരേപോലത്തെ ടെക്നിക്കൽ സ്കിൽസ് ആണ് ഉള്ളതെങ്കിലും സോഫ്റ്റ് സ്കിൽസ് ആണ് നമുക്കതിൽ ഒരു എഡ്ജ് തരിക. സോഫ്റ്റ് സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ വേറെ ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ എംപത്തറ്റിക്കായി ബിഹേവ് ചെയ്യുന്നു, അല്ലെ, അവരുടെ സാഹചര്യം മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിക്കണു, ഓപ്ഷൻസ് കൊടുക്കണു, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അങ്ങനെ ആ സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കില്ലിൽ വരുന്നതാണ്. വളരെ നന്നായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് നന്നായിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് വല്ല പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ സർട്ടിഫിക്കേഷൻസോ ഇന്റേൺഷിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് നമ്മൾ ചേർക്കുക. സെയിൽസിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കോളേജിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഡ്യൂറിങ് കോളേജ് ഐ ടുക്ക് പാർട്ട് ഇൻ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസ്, എന്തെങ്കിലും ഒരു ഫെസ്റ്റോ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിൽക്കാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടു, അപ്പോൾ അത് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറയാം. എന്നിട്ട് അവിടെ നമുക്ക് മനസ്സിലായി, ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക, അവരെ ഒരു സാധനം വാങ്ങിക്കാൻ കൺവിൻസ് ചെയ്യുക, അവരാ ഡിസിഷൻ മേക്കിങ്ങിൽ ഞാൻ ഒരു റോള് പ്ലേ ചെയ്യുക, അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലായോ? സോ ഐ ടുക്ക് പാർട്ട് ഇൻ ദിസ് തിങ് ഇൻ കോളേജ് ആൻഡ് ഐ റിയലൈസ്ഡ് ഐ എൻജോയ് കൺവിൻസിങ് പീപ്പിൾ ആൻഡ് ഹെൽപ്പിംഗ് ദം മേക്ക് ഡിസിഷൻസ്. പിന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഓൾസോ ഡിഡ് എ ഷോർട്ട് ഇന്റേൺഷിപ്പ് അറ്റ് ഏതെങ്കിലും ഒരു കമ്പനിയാണ് വെർ ഐ ഗോട്ട് ടു ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത് പറയണം. ഗോട്ട് ടു ഇന്ററാക്ട് എന്ന് വെച്ചാൽ അതിനൊരു അവസരം കിട്ടി. I got to interact with customers and that experience made me even more sure that I want to grow in this field. ഇതൊരു ടെക് ഫീൽഡ് എങ്ങനെ പറയും? During my studies, I worked on a few projects like ഏതെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, ഒരു ആപ്പ് ഉണ്ടാക്കുന്നു, ഒരു കോഡിംഗ് ചാലഞ്ച് എന്തെങ്കിലും പറയാം. And that's where I realized, അവിടെയാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്, I enjoy solving problems through code. പിന്നെ ഞാൻ I also did a short internship in ഒരു company where I got some hands on experience. അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, നമുക്ക് കുറച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അവിടെ എന്തൊക്കെ വർക്ക് ചെയ്തു, ലൈക്ക് ഡീബഗിങ്ങോ ഏതെങ്കിലും ഡാറ്റാബേസിൽ വർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് പറയാം. ഇനി മെഡിക്കൽ ഫീൽഡിലെ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഞാൻ എങ്ങനെ പറയാമെന്ന് ചോദിക്കും. അപ്പോൾ ഡ്യൂറിങ് മൈ സ്റ്റഡീസ് ഐ ഗോട്ട് എ ചാൻസ് ടു വർക്ക് ഓൺ ആൻ ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ റൊട്ടേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, അത് പറയാം. അവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ എന്തോ പഠിച്ചു. വേർ ഐ ലേൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്, ടീം വർക്ക് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ ദിസ് പ്രൊഫഷൻ. ഈ പ്രൊഫഷനിൽ ടീം വർക്കും അറ്റൻഷൻ ടു ഡീറ്റെയിലും ഒക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ആ സമയത്ത് ഞാൻ പഠിച്ചു. അപ്പോൾ ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഇന്റേൺഷിപ്പ് ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ, ചെയ്തിട്ട് എന്ത് കാര്യം, എല്ലാവരും ചെയ്യുന്നതല്ലേ. പക്ഷെ അവിടെ നമ്മൾ എന്തോ ലേൺ ചെയ്തു, അല്ലെങ്കിൽ മനസ്സിലാക്കി, നല്ല കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്തു എന്നുള്ളത് ആ സെൻറ്റൻസിൽ വരണം. ഇനി വേറൊരു കാര്യം പറയേണ്ടത്, പൊതുവെ നമ്മൾ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പറയാനൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കും നമുക്കൊക്കെ കാര്യം അറിയാം, അല്ലേ. നമ്മളൊരു ഫ്രഷർ ആണെങ്കിൽ നമുക്ക് അധികം ഒന്നും അറിയണ്ടാവില്ല. എക്സ്പീരിയൻസ്ഡ് ആളുടെ കാര്യമല്ല പറഞ്ഞ കേട്ടോ. ഫ്രഷർ ആണെങ്കിൽ അത് അറിയണ്ടാവില്ല. അത് അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ പറയാണ്, എനിക്കെല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കിത് പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്, വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും, ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ കൂടെ ഐ വോണ്ട് സേ ഐ നോ എവറിത്തിങ്, എല്ലാം എനിക്കറിയാമെന്ന് ഞാൻ പറയില്ല. അത് ഉറപ്പല്ല. ആ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മുടെ ജെന്യൂനിറ്റിയാണ് അവിടെ കാണിക്കണേ, അല്ലേ. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ ഇൻ്റർവ്യൂ നമ്മൾ നോക്കണ്ട. എനിക്കെല്ലാം അറിയില്ല, എല്ലാവരും അറിയണം നിർബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് പറയാം. ഐ വോണ്ട് സേ ഐ നോ എവറിത്തിങ് ബട്ട് ഐ എം ഈഗർ ടു ലേൺ, അഡാപ്റ്റ് ആൻഡ് ഗിവ് മൈ ബെസ്റ്റ്. എനിക്കിനെ കൊണ്ട് പറ്റാവുന്ന പരമാവധി ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഐ നോ ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് ടു ലേൺ, ഐ നോ ദർ സ്റ്റിൽ എ ലോട്ട് ടു ലേൺ. നേരത്തെ പറഞ്ഞത് ഐ ഡോണ്ട് നോ എവറിത്തിങ്, അല്ലേ, ആ കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ വേറെ രീതിയിൽ പറയണമെങ്കിൽ ഐ നോ ദർ സ്റ്റിൽ എ ലോട്ട് ടു ലേൺ, ഐ എം എക്സൈറ്റഡ് ടു ഗെയിൻ സം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഇംപ്രൂവ് മൈ സ്കിൽസ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു ബീയിങ് പാർട്ട് ഓഫ് ദിസ് ടീം. ഈ ടീമിൻ്റെ പാർട്ടാവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഇനി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പറയേണ്ടതൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ പൊതുവെ നമ്മൾ പറയുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. പൊതുവെ നമ്മൾ പറയാം ഐ ഹാവ് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ ഫീൽഡ്, അല്ലെങ്കിൽ ഇൻ എ റോൾ, പിന്നെ ഐ ഹാവ് വർക്ക് വിത്ത് ഇൻ എ കമ്പനീസ് എന്നായിരിക്കും ജനറലി പറയുന്ന ഒരു രീതി. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് നമ്മുടെ ആ കരിയർ ഗ്രോത്ത്,
എങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ആസ് ഇന്നൊരു ആൾ എന്ന് വെച്ചാൽ താഴെ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഗ്രോ ചെയ്യുന്ന ആ ജേർണി പറയുന്നത് നന്നായിരിക്കും. ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ആസ് എ കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ് വർക്കിംഗ് മൈ വേ അപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പണിതാണ് മുകളിലേക്ക് വന്നത്. ഫ്രം ദ ബോട്ടം ഗേവ് മീ എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് ഓഫ് വാട്ട് ദ കസ്റ്റമേഴ്സ് ട്രൂലി നീഡ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നല്ല സോൾഡ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഹൗ ടു സെർവ് ദം ബെറ്റർ, അവരെങ്ങനെയാണ് നന്നായി സെർവ് ചെയ്യുക എന്നുള്ള കാര്യം ഈ താഴേന്ന് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തത് കുറച്ച് നമ്പേഴ്സ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഡ്യൂറിങ് ദിസ് ടൈം ഐ വാസ് പ്രൗഡ് ടു ഇംപ്രൂവ് അവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് ടു ഇത്ര % ഓവർ എ പീരിയഡ് ഓഫ് 12 months അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് വെച്ച് പറയുന്നത് നല്ലതാണ്. നിങ്ങളുടെ കമ്പനിയുടെ സെയിൽസ് ഇത്ര % ബൂസ്റ്റ് ചെയ്യാൻ പറ്റി അത് പറയാം. എന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഐ ആം എക്സൈറ്റഡ് ടു ബ്രിങ് the lessons I've learned from these experiences into this new opportunity എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരത്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ. ജോലി കിട്ടുമ്പോൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.